ഇങ്ങനെ അടിച്ചെടുക്കണം. ഓ എന്ന് പറഞ്ഞിട്ട് ദോശ ഒഴിക്കുക, ചുറ്റിച്ചെടുക്കുക. ഇങ്ങനെ അക്കലെ ഇളകി വരുന്നു. ദോശ ചുട്ടുവിട്ട് ദോശ എന്നായി. അപ്പോഴേക്കും ഞാൻ ഈ ടൈം നമുക്ക് ആ മാങ്ങന്റെ ആ ക്രീമിന്റെ പോർഷന് മര്യാദയ്ക്ക് കാണണം. വെച്ചു കൊടുക്കുന്നുണ്ട്. ഇറച്ചിപ്പത്തല്, ഉന്നക്കായ, മധുരത്തിന്റെ വെക്കും, എരിവിന്റെ എല്ലാം വെക്കും. പാലിലാണ് അടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് പാലും വെള്ളവും ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ വിചാരിക്കും മാങ്ങയും സെറ്റപ്പൊക്കെ കണ്ടിട്ട് ഇന്ന് ഇന്ത്യൻ ഫുഡ് തന്നെ മാങ്ങ വെച്ച് എന്തോ ഉണ്ടാക്കുന്നതാണ്. മാങ്ങ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നത്, പക്ഷെ ഇന്ത്യൻ ഫുഡല്ല. ഞാൻ നേരെ കൊറിയയിലേക്ക് വിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എല്ലാവർക്കും അറിയാം, ആർക്കും മലയാളം ചാനൽസ് വേണ്ട, ആരും മലയാളം സീരിയൽ കാണുന്നില്ല, മലയാളം മൂവീസ് വാച്ച് ചെയ്യുന്നില്ല എന്ന് നേരെ മനസ്സിൽ എല്ലാവർക്കും കൊറിയൻ ഡ്രാമ, കൊറിയൻ സീരീസ് ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഞാനും കൂടെ ഒന്ന് വെറൈറ്റി ആക്കാം, ഒരു കൊറിയൻ ഫുഡ് ഉണ്ടാക്കാം. പക്ഷെ കൊറിയൻ ഫുഡ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചിക്കൻ വെച്ചിട്ട് ഭയങ്കരമുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന. അങ്ങനെയൊന്നുമല്ല. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്, കൊറിയൻ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ തുടക്കക്കാരല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ചെറിയ സാധനത്തുമ്മൽ വെച്ച് തുടങ്ങാം. അതുകൊണ്ട് ഞാൻ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കൊറിയൻ മാംഗോ പാൻ കേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൊറിയൻ മാംഗോ പാൻ കേക്ക് നമുക്കപ്പം ട്രൈ ചെയ്താലോ? ആദ്യം നമുക്ക് ഈ മാംഗോന തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പം ഞാൻ ആദ്യം മാംഗോൻ്റെ ഉള്ള പ്രിപ്പറേഷൻ ചെയ്ത് നോക്കട്ടെ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, ആകെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അപ്പം നമുക്കിതൊന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. മാങ്ങ ഒന്ന് കഴുകിയിട്ട് വരും. ഞാൻ മാങ്ങനെ തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഈ തോല് കളഞ്ഞ മാങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യും. ഇതുപോലെ തന്നെ കൈ വെച്ച് പരീക്ഷിക്കണം എന്ന് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു കട്ടിംഗ് ബോർഡ് വെച്ച് നല്ല വൃത്തിക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ അതെടുത്ത് കഴുകാനുള്ള മടി കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ റിസ്ക് എടുക്കുന്നത്. നല്ല കുഞ്ഞിങ്ങനെ കട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. കട്ടിങ്ങും വെട്ടിങ്ങും എല്ലാം ഭയങ്കര പണിയുള്ള കാര്യമാണ്. ഇതെല്ലാം എന്ത് പണിയാണെന്നറിയാം. ഞാനിങ്ങനെ എളുപ്പപ്പണി നോക്കിയിട്ടാണ് കളിക്കുക. അപ്പം നമ്മളെ മാംഗോയൊക്കെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലും കുഞ്ഞിങ്ങനെ പറ്റുവാണെങ്കിൽ നല്ലത്, കാരണം ഇത് നമ്മൾ സ്റ്റഫ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന. അപ്പം നമ്മുടെ മാംഗോ പാൻ കേക്ക് എന്ന് പറയുമ്പോൾ, പാൻ കേക്കിന് ദോശ അല്ലേ, പാൻ കേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ദോശൻ്റെ മാവ് പോലത്തെ ഒരു സാധനം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് വെച്ചാൽ മൈദ, പിന്നെ 2 മുട്ട വേണം, പഞ്ചസാര വേണം കുറച്ച്, പിന്നെ നമ്മുടെ പാല്. ഇതാണ് പാൻ കേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. പിന്നെ നമുക്ക് അതിനൊരു ക്രീമിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് ലൂസായിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. അതുകൊണ്ട് നമുക്കതിന് എന്ത് ചെയ്യണം, നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. നല്ല കേക്കിൻ്റെ ക്രീമി കൺസിസ്റ്റൻസ് ആക്കി എടുക്കണം. നമ്മൾ വിപ്പിംഗ് ക്രീം ചെയ്യുമ്പോൾ ഇല്ലേ, എപ്പോഴും ഫ്രിഡ്ജിൽ വെച്ച് ഇതിനെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ട് വരാമല്ലോ. നമ്മൾ ഈ ബീറ്റ് ചെയ്യുന്ന പാത്രം ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ്സ് ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ബീറ്റ് ചെയ്യുന്ന നമ്മുടെ ബീറ്റർ, ഇതിന് ബീറ്റർ എന്നല്ലേ പറയാം, ബീറ്ററിനും ഈ പാത്രവും ഞാൻ 15 മിനിറ്റ്സ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ക്രീമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ലൂസ് കൺസിസ്റ്റൻസിയിലുള്ളതാണ് കേട്ടോ. ഞാൻ കുറച്ച് ഒഴിക്കുന്നുണ്ട്. കുറച്ച് ഒഴിച്ച് നമ്മളിതിനെ നല്ലോണം എന്ത് ചെയ്യാം, ഇങ്ങനെ അടിച്ചെടുക്കണം. ഓ എന്ന് പറഞ്ഞിട്ട് നല്ലോണം അടിച്ചെടുക്കണം. പക്ഷെ കൈ വേദന എടുക്കും. നിങ്ങളുടെ കയ്യിൽ മറ്റേ എലിമീറ്റർ ഇല്ലേ, അതുണ്ടെങ്കിൽ അത് മതി. ഇലക്ട്രിക്കിൻ്റെ ബീറ്റർ അതുണ്ടെങ്കിൽ അത് മതി. എൻ്റെ കയ്യിൽ ഇപ്പം അതില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കുന്നത്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിന് മുന്നേ ഇത് ട്രൈ ചെയ്ത്, ഞാൻ ഉണ്ടാക്കുന്ന സാധനം ഞാൻ ട്രൈ ചെയ്ത് ഇവിടെ കൊടുത്ത് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ വീഡിയോയിൽ ഇടുന്നുള്ളൂ. ഓക്കെ, ആ സമയത്ത് ഞാനിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലിങ്ങനെ വിളിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനെടുത്തിട്ട് ഞാൻ ഇങ്ങനെ ആക്കുന്നത്. നാട്ടിൽ ബീറ്റർ ഉണ്ട്, ഞാൻ നാട്ടിൽ നിന്ന് കേക്ക്സ് ഒക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. എവിടെയും സെല്ല് ചെയ്യാനല്ല, വീട്ടിലേക്ക് വേണ്ടിയിട്ടാണ് കേക്ക് ഉണ്ടാക്കും. അപ്പം ഞാൻ ആ സമയത്ത് ബീറ്റർ ഉണ്ടായിരുന്നു, അവിടെ ബീറ്റർ ഉണ്ട്, ഇവിടെ അതില്ല. ഞാൻ അതുകൊണ്ട് ഇത് വെച്ചിട്ടാക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ആക്കിക്കൊണ്ട് വെക്കുന്ന, വീട്ടിൽ ഫോൺ വിളിക്കുന്നത് ഉപ്പാനോട് ഞാൻ പറയാം, ഉപ്പാ ഇതാവുന്നുണ്ടല്ലോ, ഇതിങ്ങനെയെല്ലാം ആവുമോ? കാരണം ആ സമയത്ത് എന്ന് വെച്ചാൽ എനിക്ക് ഫസ്റ്റത്തെ എക്സൈറ്റ്മെൻറ്റ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ക്രീമിൻ്റെ സാധനം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് തോന്നുന്നു. ഇങ്ങനെ ആക്കിയിട്ടുള്ള ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ പറയാം, ഇപ്പോൾ ഇത് നല്ലോണം വന്നല്ലോ, ബീറ്ററിൻ്റെ ആവശ്യമില്ലല്ലോ. കുറേ സമയം ആക്കണം, കൈവേദന എടുക്കും. സത്യം കൈ നല്ലോണം വേദന എടുക്കും, പക്ഷെ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. കണ്ടോ, ഇളക്കി ഇളക്കും. ഇത് ഞാൻ അടിച്ചിട്ട് വരുന്നത്, കാരണം ഞാനിപ്പം തന്നെ നല്ലോണം ക്ഷീണം പിടിച്ചു പോയി, കൈവേദന എടുത്തിട്ട്. ഞാൻ എന്തായാലും ഇതിനെ ബീറ്റ് ചെയ്തിട്ട് വരുന്നത്. അങ്ങനെ ഒരു കാനെ ഇതിനെ മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അക്കലെ ഇളകി വരുന്നു, ഇങ്ങനെ അക്കലും വീഴത്തില്ല, ആ ഒരു പരുവത്തിലായിട്ടുണ്ട്.
നല്ലോണം ഇങ്ങനെ കട്ടിയാക്കി നല്ല തിക്ക് കൺസിസ്റ്റൻസി ആക്കണ്ട. ഈ ഒരു പരിവാക്കിയാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് സ്പ്രെഡ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ സ്പ്രെഡ് ചെയ്യുന്ന സാധനം നമ്മൾ ഒരുപാട് ഇങ്ങനെ തിക്ക് കൺസിസ്റ്റൻസി ആയാൽ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ നന്ന ലൂസാക്കാനും പാടില്ല. കാരണം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ മാങ്ങൻ്റെ ആ ക്രീമിൻ്റെ പോർഷന് മര്യാദയ്ക്ക് കാണണമെന്നല്ല, നല്ലൊരു മുഞ്ചി വേണം. അപ്പം ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി അപ്പം നമുക്കിതിനെ സൈഡ് ഔട്ട് ആക്കി വെക്കാം. അവിടെ ഓക്കെ. ഇനി നമുക്ക് ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് നമ്മുടെ പാൻ കേക്കിൻ്റെ പാൻ ഉണ്ടാക്കാം. പാൻ അല്ലല്ലോ, അതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് മൈദ വെച്ചിട്ടുണ്ട്, മൈദ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫുൾ അബദ്ധമാണല്ലോ എന്ന് പറയുന്നത്, എന്താണെന്നറിയില്ല. ഈ 2 മുട്ട ഞാൻ കഴുകി കുട്ടപ്പം മാതിരിയാക്കി എടുത്തതാണ്. കാരണം മുട്ട നമ്മൾ കഴുകിയിട്ട് മാത്രമേ പൊട്ടിക്കാൻ പാടുള്ളൂ. 1 2 അയ്യോ വേഗ മുട്ട കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടാം. ഒരു പൊടിക്ക് പഞ്ചസാര ഇട്ടു. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പാല് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം പാലിലാണ് അടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് പാലും വെള്ളവും ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇതിപ്പോൾ പാലിലാണ് അടിച്ചെടുക്കുന്നത്. അപ്പം നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ട് വരാം. ഇതിപ്പോൾ നമുക്ക് എന്താ പറയുക, ഓവർ കട്ടിയായിട്ട് ഓവർ ലൂസായിട്ടും അല്ല, നമുക്കൊരു എന്താ പറയുക ഒഴിക്കാൻ പറ്റുന്ന കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് എടുക്കണം. ഞാൻ ഇതിനെ അടിച്ചെടുത്തിട്ട് വരുന്ന പാൻ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ദോശ ചുട്ടിട്ട് ദോശ എന്നായി. അപ്പോഴേക്കും ഞാൻ ഈ പാനിനെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. കണ്ടോ, ഒരു തരി പോലും ഇല്ലാണ്ട് നല്ലൊരു അടിപൊളി കൺസിസ്റ്റൻസിയിലേക്ക് തിക്ക് കൺസിസ്റ്റൻസി, അതിലാണ് ബാറ്റർ വേണ്ടത്. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. ദോശ ഒഴിക്കുക, ചുറ്റിച്ചെടുക്കുക. ദോശ ഒഴിക്കുക, അതെന്താ കിട്ടാത്തത്? ദോശ ഒഴിക്കുക, ചുറ്റിച്ചെടുക്കുക. ചുറ്റിച്ചെന്നല്ലേ പറയാം, കിട്ടുന്നില്ല, എന്താണെന്നറിയില്ല ഗൈസ്. അപ്പോൾ ദോശ പാരുക, എന്നിട്ട് നമുക്കിങ്ങനെ ചുറ്റിച്ചെടുക്കുക, ആ പരിപാടി തന്നെ. എന്നിട്ട് നമുക്ക് ബാക്കി സെറ്റപ്പ് ചെയ്യാം. അപ്പം ആദ്യം നമ്മൾ ഇതിനെ നല്ലോണം ഒന്ന് ചൂടാവാൻ വെക്കണം. ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ട് കൈയൊന്നും പൊള്ളിച്ചെടുക്കരുത്. പിന്നെ എനിക്കൊരു കാര്യം എന്താ പറയാന്ന് വെച്ചാൽ, ഞാൻ ഇതിലേക്ക് എന്താ പറയുക കണ്ടൻസ് മിൽക്കോ ഷുഗറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. കാരണം ഓൾറെഡി എൻ്റെ വിപ്പിംഗ് ക്രീം കുറച്ച് ഷുഗർ ഉള്ളതാണ്, മധുരമുണ്ട്. ഞാനിത് കിട്ടിയപ്പം തന്നെ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് മധുരമുണ്ട്. പിന്നെ നമ്മൾ ഓവർ മധുരം നമുക്ക് രാവിലെ തന്നെ കഴിക്കുന്നത് ഹെൽത്തിന് നല്ലതല്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ തരുന്ന സാധനം എന്താ ഹെൽത്തി ഫുഡല്ല, എന്നാലും ഹെൽത്തിന് അത്ര നല്ലതല്ല. അപ്പം ഞാൻ ആ മധുരമൊന്നും ഇടാണ്ടാണ്. നിങ്ങൾക്കിപ്പം കുറച്ചും കൂടി മധുരം വേണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ പാന് ചൂടായല്ലോ. ആദ്യം നമ്മൾ ഒരു ബാറ്റർ എടുക്കുക, ഇങ്ങനെ എടുക്കുക, ഇതിലേക്ക് പാരുക, ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക, നേരിയ ദോശ പോലെ. ഇനിയില്ലേ വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഞാനിതിപ്പം 2 തരമായിട്ട് കാണിച്ചു തരാം. ഒന്ന് ചെറുതായിട്ട് കളർ ആഡ് ചെയ്തിട്ട്. കാരണം കുറച്ച് ഫുഡ് കളർ ഉണ്ടെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഒന്നാമത്തത് പറഞ്ഞതാണ് വിത്തൗട്ട് കളർ. ഞാൻ ഇനി കുറച്ച് കളർ ആഡ് ചെയ്താം. എൻ്റെ കയ്യിൽ ഫുഡ് കളർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം നമ്മുടെ ദോശൻ്റെ പരിപാടിയൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട്. ദോശ എന്ന് പറഞ്ഞിട്ട് ഞാൻ അപമാനിക്കുന്ന പോലെ ആയിരിക്കും. ഓക്കെ, നമുക്കങ്ങനെ പറയാം. കാരണം നമ്മൾ തനി നാടനാണല്ലോ. ഏത് സ്റ്റൈൽ ഫുഡ് ഉണ്ടാക്കിയാലും നമുക്ക് അവിടെ ഒരു നാടൻ വരും. അത് പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ എന്ത് ചെയ്യാനാണ്. അപ്പം നമ്മുടെ പാൻ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാറ്റർ ചുട്ടെടുത്ത സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിനുള്ള ബാക്കി ഫ്രോസ്റ്റിംഗ് സെറ്റപ്പ് ചെയ്യാം. ഫ്രോസ്റ്റിംഗ് സെറ്റപ്പിന് ആദ്യം ഞാനിവിടെ ക്രീമാണ് എടുത്തത്. അതിൽ അവർ സ്പാച്ചിലൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ എൻ്റെ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ ഈ ക്രീമായിട്ട് ഇങ്ങനെ അഡ് ചെയ്യുന്നത്. നമ്മുടെ ക്രീമിനെ നമ്മൾ നല്ലോണം ഒന്ന് സെറ്റാക്കി ലെവലാക്കി. ആ സ്പാച്ചിലുണ്ടെങ്കിൽ ഗുഡ് ഗേൾ ആയിട്ടുണ്ടാവും ക്രീം. ഇവിടെ കിടക്കണം മാങ്ങ, നമ്മുടെ ബേസിക് സാധനമായ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് റോൾ ചെയ്യുന്നവർക്ക് റോൾ ചെയ്യാം, ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ. എൻ്റെ മാങ്ങനെ നമ്മളൊന്ന് ചപ്പാത്തി ആക്കി കൊടുക്കണം, പരത്തി കൊടുക്കുക. ഇനിയാണ് നമ്മുടെ പരിപാടി. ഇതിനെ ഇങ്ങനെ 4 മടക്കാക്കുക. 1 2 3 4. അയ്യോ, 4ാമത്തവന് മടങ്ങാനൊരു പണി. ഇതുപോലെ നമ്മൾ ചെയ്തു വെച്ച എല്ലാ ദോശയും റെഡിയാക്കി എടുക്കണം. എൻ്റെ ബോർഡ് കണ്ടിട്ട് ആരും ഒന്നും പറയരുത്. ഞാൻ വെട്ടലും കുത്തലൊക്കെ നടത്തിയ ബോർഡായതുകൊണ്ടാണ് ഇങ്ങനെ. എടുത്തു നമ്മുടെ നാടൻ സാധനം എടുക്കും. കത്തി വെച്ച് റെഡി ആവുന്നുണ്ട് കേട്ടോ. കത്തി വെച്ച് ട്രൈ ചെയ്ത് കുറച്ചും കൂടി ക്രീമായിട്ട് എടുക്കാം. മാങ്ങ എടുത്തിട്ട് ഇതിന് മേലിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും. നേരത്തെ ചെയ്തതുപോലെ തന്നെ
4 മടക്കാക്കിയിട്ട് നമ്മളിതിനെ സെറ്റപ്പ് ആക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ ബോക്സ് ആയിട്ട് വരും. ഇതുപോലെ നമുക്ക് എല്ലാം ഞാൻ റെഡിയാക്കിയിട്ട് വരുന്നത്. അപ്പം നമ്മുടെ കൊറിയൻ പാൻ കേക്ക് ഇവിടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. വെള്ളനെക്കാട്ടി കുറച്ചും കൂടി ഭംഗി കാണാൻ മഞ്ഞയാണ് കേട്ടോ. കണ്ടോ, ഇതാണ് രസം. ഇനി നമുക്ക് ഇതിനൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്തപ്പം കണ്ട അതിൻ്റെ ഉള്ളിലെ സംഭവം ക്രീമും മാംഗോ ആ ബാറ്ററുള്ള ദോശയും സൂപ്പറായിരിക്കും. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള സാധനം കേട്ടോ. അപ്പം ഞാൻ ഇതിനൊന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെ. അപ്പം നമ്മുടെ കൊറിയൻ മാംഗോ പാൻ കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ, ആ ഉള്ളിലുള്ള ഫ്രോസ്റ്റിങ്ങും മാംഗോവും ആ ഒരു ദോശൻ്റെ ബാറ്ററിൽ വരുമ്പോൾ നല്ല ഭംഗിയില്ലേ. ഞാൻ ആദ്യം വെള്ള കളറിൽ ഉണ്ടാക്കി, എനിക്ക് തോന്നുന്നു അത് അത്ര വലിയ രസമില്ല, കാരണം ഇതിൻ്റെ അടിയിലുണ്ട്, സാധനം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഇത് കുറച്ചും കൂടി കാണാനൊരു ഭംഗിയുണ്ട്. മാങ്ങ എന്ന് പറയുമ്പോൾ ഒരു യെല്ലോ കളർ വേണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തത്. മഞ്ഞൾപ്പൊടിക്ക് പകരം നിങ്ങൾ ഫുഡ് കളർ ആഡ് ചെയ്യണം. ഞാൻ വീണ്ടും പറയാം, കാരണം മഞ്ഞൾ ഓവറായി ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോൾ. അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം മഞ്ഞളില്ല, ഫുഡ് കളറില്ല, അതുകൊണ്ടാണ് മഞ്ഞൾ ആഡ് ചെയ്തത്. ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റം ആണ്. ഞാൻ എപ്പോഴും ഇത് കഴിക്കണം എന്നൊന്നും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഹെൽത്തിന് നല്ലതല്ല. ഒന്നാമത് ക്രീമാണ്, ഉള്ളിൽ മാംഗോ ആണ്, പക്ഷെ നമ്മൾ ക്രീമും ഈ ബാറ്റർ ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷേ ഉള്ളിലത്തെ ക്രീമില്ല, അത് നല്ലതല്ല നമ്മൾ എല്ലാ ടൈമും കഴിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും നിങ്ങൾക്ക് സ്കൂളിൽ, മക്കൾക്കൊക്കെ സ്കൂളിൽ നമുക്കൊരു ടീ ബ്രേക്ക്, എന്താ സ്നാക്സ് ബ്രേക്ക്, നമ്മുടെ 12 മണിക്ക് ഒരു സ്നാക്സ് ബ്രേക്ക് ഇല്ലേ, അതിൽ അവർക്ക് കൊടുത്താൽ അവരെന്തായാലും വന്ന് കഴിച്ചോളും. അതുപോലെ ഈവനിങ് സ്നാക്കായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ വല്ലപ്പോഴും നമുക്കും ഡെയിലി ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം. ഡെയിലി ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല, കാരണം ക്രീം ഉള്ളത് കൊണ്ട് മാത്രം. ബാക്കിയുള്ളതിന് ഹെൽത്തിന് പ്രശ്നമില്ല. പക്ഷേ എന്നാലും നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമുക്കറിയാം, നമ്മളെ വീട്ടിലൊക്കെ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ കുറേ കടികളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇറച്ചിപ്പത്തൽ, ഉന്നക്കായ, മധുരത്തിൻ്റെ വെക്കും, എരിവിൻ്റെ എല്ലാം വെക്കും. അതിൻ്റെ കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ചെയ്യാം. അതുപോലെ നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്നില്ലേ, പുഡിങ് ഉണ്ടാക്കുന്ന വെറൈറ്റീസ് ഓഫ് പുഡിങ് ഉണ്ട്. മറ്റെന്താ പറയുക, ലൂസായിട്ടുള്ളതുണ്ട്, ടൈറ്റ് ആയിട്ടുള്ളതുണ്ട്, അങ്ങനെ കുറേ പുഡിങ്സ് ഉണ്ട്. ബിസ്ക്കറ്റ്, കേക്ക്, അങ്ങനെയൊക്കെ ഇല്ലേ. അതിന് പകരം എന്താ പറയുക, ഒരു ബോളിൽ നമ്മൾ ഇതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ ജസ്റ്റ് ഇവർ എന്തായാലും ഒന്ന് എടുത്തു നോക്കും, ഇതെന്താ സാധനം എന്ന് അറിയാൻ വേണ്ടിയിട്ട് എടുത്തു നോക്കും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം. അപ്പം നിങ്ങളെ നെക്സ്റ്റ് ഫംഗ്ഷൻ വരുമ്പം ഇത് അതിലൊരു ഹൈലൈറ്റ് ആയിട്ട് വെക്കണം കേട്ടോ. ഈ വീഡിയോ കാണുന്നവർ കൊറിയൻ സീരീസും കൊറിയൻ ഫാൻസും ഉള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.